പക്ഷെ ഇപ്പൊ കൂടുതൽ കൂടുതൽ വ്യക്തമാകുകയല്ലേ, ഇവന്റെ മുഖം തെളിഞ്ഞു വരികയല്ലേ, ഈ സതീശന്റെ മുഖം വളരെ വ്യക്തമാകുകയല്ലേ. ഇവൻ ഇത് ഓരോ സമയത്തും ഇളക്കി, അതായത് സതീശന്റെ ഇപ്പോഴത്തെ കലിപ്പിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവനെ NSS ആസ്ഥാനത്ത് വിളിച്ചില്ല, മന്നം ജയന്തിക്ക്. രാഹുലിനെ വിളിച്ചു. രാഹുലിനെ വിളിച്ച മുൻനിരയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവന് സഹിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ PJ കുര്യനെ ഇറക്കി ഇപ്രകാരം ഒരു പണി നടത്താൻ നോക്കി, അതും പൊളിഞ്ഞു പോയി, അയാളും മലക്കം പറഞ്ഞു. മൊത്തത്തിൽ പാളി. ഇപ്പോൾ രാഹുലിന് വീണ്ടും കളം നിറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തതുമായിട്ട് ഇറങ്ങിയതാണ്. സതീശൻ എന്ന് പറയുന്ന ഒരുത്തം മാത്രമാണെന്ന് വളരെ ഞങ്ങൾ പറഞ്ഞത് എത്ര കൃത്യമായെന്ന് നോക്കി. ആദ്യം ഒരു ഇതുകൊണ്ട് അവനവന്റെ ഭാര്യമാരെ അവനവന്റെ ഭർത്താക്കന്മാരോട് അടക്കി നിർത്താൻ പറ. VD സതീശനെതിരെ തെറിയോട് തെറിവിളിയാണ്. 2-3 ഓഡിയോ ക്ലിപ്പുണ്ട്, ഫോൺ സംഭാഷണമുണ്ട്. അത് ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എന്നെ വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്താണ് VD സതീശൻ്റെ ഗ്രൗണ്ട് പ്ലാൻ? അത് ഞാൻ ആദ്യം പറയാം. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്താണ് VD സതീശൻ്റെ പ്ലാന് അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങൾ ആ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കണം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ VD സതീശനെ വെളുപ്പിക്കാനൊന്നും നിൽക്കുന്നതല്ല. എന്താണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് അത് ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും VD സതീശൻ നേരെ വലിയൊരു കേസ് വന്നത്. ആ കേസിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം കാണണം. അതായത് അങ്ങനെ ഒരു തട്ടിപ്പ് VD സതീശൻ നടത്തിയിട്ടില്ല. ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് ആദ്യം കാണണം. ഓക്കെ, VD സതീഷിനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കില്ല എന്ന വിജിലൻസ് ഡയറക്ടറേറ്റ് സർക്കാരിന് നൽകിയ കത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് DIG കാർത്തിക് റിപ്പോർട്ട് നൽകിയത്. പുനർജനി പദ്ധതിയുടെ പണം VD സതീഷിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് വിജിലൻസ് പറയുന്നു. വിജിലൻസ് ഡയറക്ടറേറ്റിലുള്ള DIG കാർത്തിക്കാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് മറുപടി നൽകിയത്. അതിൽ പറയുന്നത്, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് VD സതീശൻ MLA യുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതായി കണ്ടെത്തിയിട്ടുണ്ടോ? അതായിരുന്നു സ്പീക്കറുടെ ഒരു ചോദ്യം. അങ്ങനെ പണം വന്നതായി കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറുപടി. വിദേശ സന്ദർശന ശേഷം VD സതീശൻ ഭൂമി വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? അത്തരമൊരു പരാതി വന്നിട്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ പണം വന്നിരിക്കുന്നത് മറ്റൊരു മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ടിലാണ്. VD സതീശൻ ആ ഫണ്ട് കൈകാര്യം ചെയ്തതായി അന്വേഷണത്തിൽ അറിവായിട്ടില്ല, അതാണ് മറുപടി. മാത്രമല്ല, അഴിമതി നിരോധന നിയമം സെക്ഷൻ 7(7) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ VD സതീശൻ ചെയ്തതായി, അതായത് ഒരു പൊതുപ്രവർത്തകനെതിരായിട്ടുള്ള കുറ്റം ഏതെങ്കിലും തരത്തിൽ തുക വകമാറ്റുകയോ ദുരുപയോഗം ചെയ്യുകയോ അഴിമതി നടത്തുകയോ ചെയ്തതായി VD സതീശനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം വെളിവായിട്ടില്ല എന്നാണ് വിജിലൻസ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ വർഷം 9-ാം മാസം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ, VD സതീശൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിണറായിയും സംഘവും എങ്ങനെയെങ്കിലും VD സതീശനെ ചതിക്കണം, എങ്ങനെയെങ്കിലും VD സതീശൻ 2 ദിവസം ചർച്ചയാവണം, എങ്ങനെയെങ്കിലും കോൺഗ്രസിലേക്ക് 2 വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി വെറുതെ കള്ളവാർത്ത കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ VD സതീശൻ പറഞ്ഞത്, പിന്നിൽ നിന്ന് VD സതീശൻ നല്ലോണം പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അതായത് പാലക്കാടിലേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അത് രാഹുൽ തന്നെയാണ്. ഏറ്റവും അവസാനം രാഹുലിന്റെ പേര് പറയും. ഇല്ലെങ്കിൽ രാഹുൽ അവിടെ സ്വതന്ത്രനായി സ്വതന്ത്രനായി അവിടെ രാഹുൽ നിന്ന് കഴിഞ്ഞാൽ 100% അവിടെ ജയിക്കാൻ പോകുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഓഡിയോ ക്ലിപ്പ് ഒന്നായിട്ട് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ സത്യസന്ധമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് അസംബ്ലികൾക്ക് ഞാൻ BJP വോട്ട് ചെയ്യേണ്ടി വന്നു. കാരണം കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ കഴിയാത്തതുണ്ട്. കാരണം ഞങ്ങൾ എരുമയിലെ ആവശ്യം ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കാരണത്തിൽ ഞാൻ ചെയ്തിരുന്നു. ഈ കോൺഗ്രസ് ഇപ്പൊ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട്, കാരണം ഇടതുപക്ഷം ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇത് സതീശനാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവല്ലേ ഇത്. അതായത് ഈ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഇവനെ കൊണ്ടുപോയി ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ആദ്യമേ ഇന്റർവ്യൂ കൊടുപ്പിച്ചു. അന്നേരം ഒന്നും ഇവനെ ഇവിടെ കേരളത്തിൽ ഇറക്കിയില്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് കൊണ്ട് ടൈംസ് നൗവിനും NDTVക്കും ഒക്കെ ഇവരെ ഇറക്കിക്കൊണ്ട് ഇതേപോലുള്ള ഇന്റർവ്യൂ കൊടുപ്പിച്ചു. അങ്ങനെ ആ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ കളി കളിച്ച് എന്നിട്ട് ഇവനെ മാറ്റി നിർത്തി. ഇപ്പോൾ ആകെ നാളെ ഇപ്പോൾ 7-ാം തീയതി ഹൈക്കോടതിയിൽ കേസ് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു FIR ഇടിപ്പിച്ച് ഇവനെ വീണ്ടും അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പണിക്ക് വേണ്ടി ഇത് ഇപ്പോൾ കൊണ്ട് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതായത് പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും സാറേ? സാറൊക്കെ എന്ത് ആവശ്യത്തിൽ കൂടെ ഞങ്ങളൊക്കെ കൊണ്ട് സാറിനൊക്കെ കൊടുത്തു. അല്ല, ഇത് നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ഇത് കൂടുതൽ നമുക്ക് സത്യം ഇതൊക്കെ ഇവന്മാർ ഈ പണി ചെയ്യണം. കാരണം നമ്മളൊക്കെ പറഞ്ഞത്, അതായത് ഈ മിഷൻ 250 എന്തിനു തുടങ്ങിയെന്നും അതുപോലെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഈ കാര്യം പറയുന്നതും പലരും ഓർക്കും ഇയാളോടൊക്കെ നമുക്ക് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ടാണെന്ന്. പക്ഷേ ഇപ്പൊ കൂടുതൽ കൂടുതൽ വ്യക്തമാകുകയല്ലേ, ഇവന്റെ മുഖം തെളിഞ്ഞു വരികയല്ലേ, ഈ സതീശന്റെ മുഖം വളരെ വ്യക്തമാകുകയല്ലേ. ഇവൻ ഇത് ഓരോ സമയത്തും ഇളക്കി, അതായത് സതീശന്റെ ഇപ്പോഴത്തെ കലിപ്പിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവനെ NSS ആസ്ഥാനത്ത് വിളിച്ചില്ല, മന്നം ജയന്തിക്ക്. രാഹുലിനെ വിളിച്ച മുൻനിരയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവന് സഹിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ PJ കുര്യനെ ഇറക്കി ഇപ്രകാരം ഒരു പണി നടത്താൻ നോക്കി, അതും പൊളിഞ്ഞു പോയി, അയാളും മലക്കം പറഞ്ഞു. മൊത്തത്തിൽ പാളി. ഇപ്പോൾ രാഹുലിന് വീണ്ടും കളം നിറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തതുമായിട്ട് ഇറങ്ങിയതാണ്.
സതീശൻ എന്ന് പറയുന്ന ഒരുത്തം മാത്രമാണെന്ന് വളരെ ഞങ്ങൾ പറഞ്ഞത് എത്ര കൃത്യമായെന്ന് നോക്കി. വെള്ളിടി വെട്ടിയാക്കോളാം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ ഈ പറയുന്ന 3 മാസം കൂടെ കാത്തിരിക്കുക, ഇവനെ മണ്ഡലത്തിൽ തോപ്പിക്കുക. ഇവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവനുള്ള വിധി അത് വേറെ. ജനങ്ങൾ കൊടുക്കാവുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ടുണ്ട്. എന്തോ നമ്മളെക്കാൾ കൂടുതൽ പറവൂർ മണ്ഡലത്തിൽ വി ഡി സതീശനെതിരെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ അവന്റെ വീട് ഇരിക്കുന്നിടത്ത് BJP ജയിച്ചത്. സ്വന്തം അന്നേരം ഇവൻ ആ പേടിയുണ്ട്. അതായത് ഇവന്റെ മണ്ഡലത്തിൽ ഇവൻ തോക്കുമെന്ന് ഇവന് കൃത്യമായ ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവൻ ഞാൻ ത്യാഗിയാകേണ്ട റെഡിയാണ്. ഇവൻ അവസാനം ചിലപ്പോൾ പേടിച്ച് ഇലക്ഷൻ പോലും നിൽക്കാൻ സാധ്യതയില്ല. അതെ, ഇവനെ ഈ ഷാഫിയെ പാലക്കാട് ഇരുന്ന് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ, ഇവരെ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണോ? അത് സംശയത്തായിരിക്കുന്നേ. ഷാഫിയാമാർ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ അത് അതിന് വേണ്ടി തന്നെയായിരിക്കും. ഷാഫി അതിന് നിന്ന് കൊടുക്കുമോ, അവനും ഈ പണി കാണിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതെ, അവൻ ഇത്ര നാൾ ഇതിന് അനുകൂലമായിട്ടൊക്കെ നിന്നാ. അന്നേരം അവന് ഈ പറയുന്ന പോലെ ഇനിയും അവനൊരു ഓഫർ കൊടുക്കുവാണ്, പാലക്കാട്ട് നിർത്താം, പാലക്കാട്ട് നിന്ന് ജയിച്ചാൽ ഉറപ്പായിട്ടും അവന് മന്ത്രിയാകാമല്ലോ. അങ്ങനെ ആ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞ് ഇവൻ രാഹുലിനെ വെട്ടുമെന്ന് നമുക്ക് നോക്കിത്തിരുന്ന് കാണാം. ഇവനെ പോലെ ചതിയനാണോ കാര്യത്തോടെ എടുക്കുമ്പോഴത്തേക്കും അവൻ തനി സ്വഭാവം കാണിക്കുമോ എന്ന് നമുക്കറിയാം. ഏതായാലും ഞങ്ങളുടെ ഇവിടെ നല്ലോണം ഇതിനെ രാഹുലിന് അനുകൂലമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇവന്മാരെ ഇതിനെ പ്രതികരിക്കുന്നവരുണ്ട്. VD സതീശനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാവും, കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതായി. അതായത് വലിയ നേതാവാണ് VD സതീശൻ. VD സതീശൻ ഇപ്പോൾ മുമ്പിൽ ഞങ്ങളെപ്പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചാൽ ഈ മീഡിയാസ് അരുൺകുമാർ എന്ന് പറയുന്ന 24 അരുൺകുമാർ റിപ്പോർട്ടർ അടങ്ങുന്ന ചാനലുകൾ ഇല്ലാതാക്കി കളയും. പീഡന വീരന് സപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, അതായത് 8ന്റെ പണി കിട്ടും പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് VD സതീശൻ മുന്നിൽ നിന്ന് നയിക്കാത്തത്, മുന്നിൽ നിന്ന് രാഹുലിന് സപ്പോർട്ട് കൊടുക്കാത്തത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പിൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും VD സതീശന് വരുന്ന 2 വോട്ട് കുറക്കാം, എങ്ങനെയെങ്കിലും. അതായത് രാഹുലിനോട് ഇവൻ ഒറ്റകൾക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഇങ്ങനെ ഇടുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു ഓഡിയോ ക്ലിപ്പും കൂടി കേട്ട് നോക്കാം. അതായത് രാഹുൽ കേസിൽ ഭർത്താവ് ഇപ്പോൾ, അതായത് അതിജീവിതയുടെ ഭർത്താവ് കേസിൽ പോയിട്ടുണ്ടല്ലോ, ആ ഭർത്താവിന് നല്ലോണം കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓഡിയോ ക്ലിപ്പും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ പറയാ സാറേ, നമ്മളെ സ്ത്രീകളെ അടക്കി നിർത്തുമല്ലേ ഇവർക്ക്. അതിന് ബദല് ഈ പാവങ്ങളെ കുറ്റപ്പെടുത്തുകൊണ്ട് അവനവന്റെ ഭാര്യമാരെ പെങ്ങന്മാരെ കുട്ടികളെ അടക്കി നിർത്തുകയുണ്ട്, തങ്ങൾക്കിടുകൊണ്ട്. ഇങ്ങനെ പഠിച്ചൽ ഇളക്കുമ്പോൾ ഇളക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുഞ്ഞി പിള്ളേരെ കുതിര ചാടുകൊണ്ട് അല്ല. അതുകൊണ്ട് ആദ്യം ഒരു ഇതുകൊണ്ട് അവനവന്റെ ഭാര്യമാരെ അവനവന്റെ ഭർത്താക്കന്മാരോട് അടക്കി നിർത്താൻ പറ. ഇവനെ സത്യം പറയാൻ നാണമുണ്ടോ? ഇവനിങ്ങനെ ഈ നാണമുണ്ടോ? അവനെന്റെ ഭാര്യമാരൊക്കെ കൊച്ചിപ്പട്ടികൾ ഇളക്കുമ്പോൾ ഇളക്കിച്ച് വലിയക്ക് കണ്ട കൊടിയം പട്ടികളെ കുറ്റപ്പെടുത്ത എമ്മാതിരി നാറികളാണ് സാറേ ഇത്. ഈ ലോകത്ത് മരപ്പട്ടികളും ഈ മനുഷ്യന്മാർ വെച്ചെന്ന വ്യത്യാസം വന്നു. സ്വന്തം ഭാര്യ വല്ലവന്റെയും കൂടെ പോയിട്ട് ഇവൻ വന്നു നിന്ന് വല്ലവനെ കുറ്റം പറയുന്നത്? അതല്ലേ പറയുന്നേ, ഈച്ചങ്ങൾ ചോറല്ലേ തിന്നുന്നു. എത്രമാത്രം നാണം കെട്ടിട്ടുള്ള ഐറ്റള്. അവനവന്റെ ഭാര്യനെ അവനെ നിർത്തുക. എന്നിട്ട് ഇപ്പം ഭർത്താവ് വന്നിട്ട് കേസ് കൊടുക്കുന്നു. അല്ല, ഇത് ഏത് പുറത്തും കുട്ടികളും. ഞാൻ ഒരു അട്ടപ്പാടിയിലെ ഒരു പടുവൃദ്ധനെ പോലത്തെ സ്ത്രീയാണ്. എങ്കിലും ഇതെല്ലാം ഒരു 2 മണി ചോറ് തിന്നവർക്ക് ഇതെല്ലാം അറിയില്ലേ? എന്തൊരു കഷ്ടമായത്. ഈ നാറികൾ ആയില്ല. ഇനിയും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈച്ചകള്. ഓക്കെ, ഇവർ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട് നമ്മുടെ VD സതീശൻ്റെ കേസിൻ്റെ വിഷയത്തിൽ. അത് നമുക്കെന്തായാലും ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇല്ല, ഇതിനകത്ത് എല്ലാം വളരെ സുതാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഇന്നലത്തെ ഒരു ക്ഷീണം മാറാൻ വേണ്ടിയുള്ളത് അടവ് മാത്രമേ ഉള്ളൂ. അത് വെച്ചോട്ടെ. അങ്ങനെ ഇവർ ഇലക്ഷൻ ആകുമ്പോൾ ഇത് പല പരിപാടികൾ ചെയ്യുന്നതാണല്ലോ അല്ലേ? എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ 9 വർഷമായില്ലേ, എന്ത് ചെയ്തു? 9 വർഷമായി എന്ത് ചെയ്തു? ഇന്ന് ഇങ്ങനെ ഒരു തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ചു വരുന്നത് അത് ഈ തൽക്കാലം ഉണ്ടായ ക്ഷീണത്തെ മറയ്ക്കാൻ വേണ്ടി മാത്രമല്ല. ഇന്നലെ ഉണ്ടായത് മറന്നോ? ചരിത്രത്തിൽ ഏതെങ്കിലും കേരളത്തിൽ ഇങ്ങനെ ഒരു ആളെ ശിക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടായതുണ്ടോ? അത് മറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സമർത്ഥമായി നമ്മുടെ അസംബ്ലിയിൽ. ഓക്കെ, ഇവിടെ ചാണ്ടിയമ്മൻ പറയുന്നത് ചതിയാണ്. അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, രാഹുലിനെയും കൊടുക്കുന്നു, VD സതീശനെയും കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ VD സതീശനും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനം ഇല്ലാതാവും. ഓക്കെ, രാഹുലിനും വിജയിക്കൂല, VD സതീശനും കള്ളക്കേസിൽപ്പെടും. അതായത് 3ാമത് പിണറായി വന്നു കഴിഞ്ഞാൽ VD സതീശനും കള്ളക്കേസിൽപ്പെടും, രാഹുൽ മാങ്കൂട്ടത്തിനും കള്ളക്കേസിൽപ്പെടും. പിന്നെ കോൺഗ്രസ് ഇല്ല, പിന്നെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും പിണറായിയുടെ ആ ഒരു മറ്റേടുത്ത ഭരണം കണ്ടിട്ട്. അതുകൊണ്ട് പറയുകയാണ്,
ആൾക്കാർ ആരും വിശ്വസിക്കുന്നത് നിങ്ങൾ കേൾക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ശരി തോന്നുന്നത് ആർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. VD സതീശനൊക്കെ നല്ല നേതാവാണ്, പിന്നിൽ രാഹുലിനൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്ന വലിയൊരു നേതാവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും VD സതീശൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ കേസിനെ കുറിച്ച് നമുക്ക് അതെന്തായാലും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, കേസ് കൊണ്ടുവന്നാണ് CBI ശുപാർശ ചെയ്തത്. പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടും ഒക്കെ ഇതുപോലത്തെ CBI കേസ് കൊണ്ടുവന്നാണ് CBI ശുപാർശ ചെയ്തത്. അതുപോലെ കൊണ്ടുവരാൻ വരുവാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ നേരിടും. ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു കേസല്ല. FCRA നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ FCRA നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിദേശത്ത് പോയി പണം പിരിച്ചു എന്നാണ് MP ഗോവിന്ദൻ ഇപ്പോൾ ആരോപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അന്നെങ്കിൽ അവർ കേസെടുക്കട്ടെ. അങ്ങനെ കേസെടുക്കട്ടെ, അല്ലെങ്കിൽ CBIക്ക് വിടട്ടെ. അതിനേക്കാളും വലിയ ഏജൻസി ഇന്ത്യയിലില്ലല്ലോ. CBIക്ക് വിടട്ടെ. MP ഗോവിന്ദൻ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ MP ഗോവിന്ദൻ പാർട്ടി ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിട്ട് എനിക്കെതിരായിട്ട് അത് CBIക്ക് വിടട്ടെ. ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ടെന്ന് MP ഗോവിന്ദനാണ് കണ്ടെത്തി, വിജിലൻസ് അല്ല. MP ഗോവിന്ദൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ. ആ വിജിലൻസിൻ്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറ. അന്വേഷണം നടത്തിയേക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കാൻ പറ MP ഗോവിന്ദനോട്. ഓക്കെ, ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ VD സതീശനെതിരെ കേസ് നിലനിൽക്കില്ല. ഒരു പോസ്റ്റും കൂടി ഞാൻ വെച്ച് തരാം, നോക്കൂ നിങ്ങൾ. അതായത് VD സതീശനെതിരെ തെളിവില്ല. അപ്പോൾ VD സതീശൻ്റെ കള്ളക്കേസ് തെളിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എത്രയും പെട്ടെന്ന്, അതായത് ആദ്യ കേസിൽ ഇത്തിരി തുമ്പുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ട വിഷയം നമുക്കെല്ലാവർക്കും അറിയും. അതായത് പാവം രാഹുലിന് അറിയില്ലായിരുന്നു, ആ പെണ്ണ് വീട്ടിൽ ഭർത്താവുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് രാഹുൽ പെട്ടതാണ്. അതുകൊണ്ട് രാഹുലിന് ഊരണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ VD സതീശന് മുഖ്യമന്ത്രി ആവണം. അങ്ങനെയൊക്കെ നടക്കണം. എന്നെങ്കിലേ നമ്മുടെ രാഹുലിന് പെട്ടെന്ന് ആ കള്ളക്കേസിൽ നിന്ന് ഊരാൻ പറ്റും. നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ആരും ഒന്നും വിചാരിക്കല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.